Page number 136 fifth question. A large trapezium made up of 4 equal trapeziums. Find the coordinates of the vertices of all these trapeziums. ഇതാണ് ഫിഗർ. ഇതിൽ ഈ വലിയ ട്രപ്പീസിയം, പിന്നെ അതിൽ 4 ഈക്വൽ ട്രപ്പീസിയംസ് ഉണ്ട്. ഇനി ആദ്യം നമുക്ക് ഈ വലിയ ട്രപ്പീസിയത്തിൻ്റെ വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള നീളമാണ് എത്ര? 8 സെൻറ്റിമീറ്റർ. അതായത് ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതെല്ലാം ഈക്വൽ ട്രപ്പീസിയ ആയതുകൊണ്ട് ഇപ്പോൾ ഈ ട്രപ്പീസിയത്തിനെ ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ നീളം, ഏറ്റവും വലിയ നീളം എല്ലാ ട്രപ്പീസിയത്തിൻ്റെ എന്തായിരിക്കും? ഒരേ നീളം തന്നെയായിരിക്കും. പിന്നെ ഈ നീളം അതും ഒരേപോലെ ആയിരിക്കും, ഇതും ഒരേപോലെ ആയിരിക്കും. ഇങ്ങനെ ഈ ചെരിഞ്ഞിരിക്കണ ഈ സൈഡിൻ്റെ ലെങ്ത്തും ഒരേപോലെ ആയിരിക്കും ഈ എല്ലാ ട്രപ്പീസിയത്തിനും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗം ഈ ട്രപ്പീസിയത്തിൻ്റെ ഈ ലെങ്ത്താണ് നമുക്ക് മനസ്സിലാവും. അതുപോലെ ഈ ഭാഗം ഈ ട്രപ്പീസിയത്തിൻ്റെ ഈ സെയിം ഈ ലെങ്ത് തന്നെയാണ്. അപ്പോൾ അതായത് ലാർജർ സൈഡാണ് ട്രപ്പീസിയത്തിൻ്റെ. അപ്പോൾ മൊത്തം 8 സെൻറ്റിമീറ്റർ ആണ്. ഇത് രണ്ടും ഈക്വൽ ട്രപ്പീസിയാണ്. ഇത് രണ്ടും എന്താണ്? കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വീതമാണ്? ഇത് 4 സെൻറ്റിമീറ്റർ, ഇതും 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ പോയിൻ്റ് എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് മിഡ് പോയിൻ്റാണ് അല്ലേ? അതായത് ഇവിടെ 8, ഇത് 4 ആയിരിക്കും. ഇനി ഈ ഭാഗം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഈ ട്രപ്പീസിയത്തിൻ്റെ ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏത് സൈഡാണ്? ലാർജർ സൈഡാണ്. അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? ഇതും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി അതുപോലെ ഇതെത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? ഇതും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഓരോന്നിൻ്റെ കോർഡിനേറ്റ്സ് നോക്കാം. ആദ്യം ഈ കോർഡിനേറ്റ് എത്രയാണെന്ന് നോക്കാം. ഇത് ആദ്യം തന്നെ എക്സ് കോർഡിനേറ്റ് നോക്കാം. ഒറിജിനിൽ നിന്ന് എത്രത്തോളം ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മാറി, അതാണ് എന്ത്? എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഏതാ? ഇതാണ് പോയിൻ്റ്. ഈ പോയിൻ്റ് ഈ ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ട് എത്ര നീളം മാറിയിട്ടുണ്ട്? എത്ര ലെങ്ത്ത് മാറി? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താ? 4. ഇനി എങ്ങനെയാണ് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക? ഒറിജിനിൽ നിന്ന് എത്ര ഉയരത്തിലോ താഴ്ചയിലോ ആണ് ഈ പോയിൻ്റ്. അതായത് ഒറിജിനിൽ നിന്ന് എത്ര മുകളിലാണ് ഈ പോയിൻ്റ്? ഇത്രയും തന്നെ, ഈ ലെങ്ത്ത് തന്നെയാണ് അല്ലേ ഇവിടത്തെയും ലെങ്ത്ത്. അപ്പോൾ ഈ ലെങ്ത്ത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ഇത് ഈ ട്രപ്പീസിയത്തിൻ്റെ ലാർജർ സൈഡാണ്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് എന്ന് പറയണത് ഇത് യോജിപ്പിച്ച് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത്ത് തന്നെയാണ് എന്ത്? ഈ ലെങ്ത്തും. അപ്പോൾ ഇത് എത്ര തന്നെയാണ്? 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഇത് കിട്ടിയില്ലേ? 4 കിട്ടി. ഇനി ഈ വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് കോർഡിനേറ്റ് ഒറിജിനിൽ നിന്ന് എക്സ് വരെ എക്സ് ആക്സിസിൽ എത്ര ലെങ്ത്താണ്? 8 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ 8 ആയി. ഇനി വൈ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ലെങ്ത്ത് അല്ലേ, ഒറിജിനിൽ നിന്ന് മുകളിലേക്ക് എത്ര ലെങ്ത്താണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 8, 4 ആ വെർട്ടെക്സും കിട്ടി. ഇനി അടുത്ത വെർട്ടെക്സ് ഇതാണ്. ഇത് എക്സ് ആക്സിസിലാണ് ഇരിക്കണത് ഈ പോയിൻ്റ്. ഈ വെർട്ടെക്സ് ഇരിക്കണത് എക്സ് ആക്സിസ് ആയതുകൊണ്ട് എക്സ് ആക്സിസിലെ പോയിൻറ്റിൻ്റെയൊക്കെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ പോയിൻ്റ് എന്താണ്? എക്സ് കോർഡിനേറ്റ് 8ഉം വൈ കോർഡിനേറ്റ് എന്താണ്? 0. അപ്പോൾ ഇതെന്തായി? 8, 0. ഇനി അടുത്ത വെർട്ടെക്സ് എന്താണ്? ഒറിജിൻ തന്നെയാണ് വെർട്ടെക്സ്. ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്താണ്? 0, 0. അപ്പോൾ ഈ വലിയ ട്രപ്പീസിയത്തിൻ്റെ എന്ത് കിട്ടി? 4 വെർട്ടിസസിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത ഓരോ ചെറിയ ട്രപ്പീസിയത്തിൻ്റെയൊക്കെ വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് നോക്കാം. ഈ ട്രപ്പീസിയത്തിൻ്റെ ഈ കോർഡിനേറ്റ് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടം വരെ എത്രയുണ്ട്? 4 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇവിടം തുടങ്ങി ഇവിടം വരെ 4 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് എവിടെയായിട്ടാണ്? ഇത് കറക്റ്റ് മിഡ് പോയിൻ്റാണ്.
അല്ലേ? അപ്പോൾ ഇവിടം തുടങ്ങി ഇവിടം വരെയും 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് മിഡ് പോയിൻ്റ് ആണെങ്കിൽ ഇവിടം വരെ ഇത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 6 സെൻറ്റിമീറ്റർ അല്ലേ? ഇവിടെ നിന്ന് 4 + 2 വരുമ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ. പിന്നെ ഈ ലെങ്ത്ത് ഓൾറെഡി നമുക്കറിയാം എത്രയാണ്? ഈ 4 സെൻറ്റിമീറ്റർ തന്നെ. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എന്താ? എക്സ് എന്ന് പറയുന്നത് 6ഉം വൈ കോർഡിനേറ്റ് 4ഉം കിട്ടി. ഇനി നമുക്ക് അടുത്തത് ഈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ഈ വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 6. വൈ കോർഡിനേറ്റ് എത്രയാണ്? ഇവിടെ നോക്കിയാൽ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള ദൂരം. ഈ പോയിൻ്റ് ഇങ്ങോട്ടേക്കൊന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ 4 സെൻറ്റിമീറ്ററിൻ്റെ എന്താണ്? കറക്റ്റ് മിഡ് പോയിൻ്റാണ് ഇവിടെ വരാം. അപ്പോൾ ഇത്രയും ലെങ്ത്ത് എത്രയാണ്? ഇത് 2 സെൻറ്റിമീറ്റർ, ഇതും എന്താണ്? 2 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്ത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഈ പോയിൻ്റ് ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ട് 6 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലും ഒറിജിനിൽ നിന്ന് മുകളിലോട്ട് 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുമാണ് ഈ വെർട്ടെക്സ് കിടക്കുന്നത്. അപ്പോൾ ഈ വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് എന്താണ്? 6, 2. അത് കിട്ടി. ഇനി അടുത്തത് ഏത്? ഇത് നോക്കാം. ഇത് ഈ ട്രപ്പീസിയത്തിൻ്റെ വെർട്ടെക്സ്. ഇതിൽ ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ലെങ്ത്ത് നമുക്കറിയാം എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ഇനി ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ. ഇത് എളുപ്പത്തിൽ തന്നെ എഴുതാം, 4, 2 എന്നുള്ളത്. ഇനി ഏതാ കണ്ടുപിടിക്കാനുള്ളത്? ഇനി ഈ വെർട്ടെക്സ് ആണ് അടുത്തത് കണ്ടുപിടിക്കാനുള്ളത്. അതിൽ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള അകലം ഇതെത്രയാണ്? ഇത് കറക്റ്റ് എന്താണ്? ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇതെത്ര സെൻറ്റിമീറ്റർ? ഇതാണ് 2. അപ്പോൾ ഈ ലെങ്ത്ത് എത്രയാണ്? ഇവിടെ നിന്ന് തൊട്ട് ഒറിജിനിൽ നിന്ന് ഈ പോയിൻ്റ് വരെയുള്ള ലെങ്ത്ത്. പോയിൻ്റ് എവിടെയാണ്? ഇവിടെയാണ്. പോയിൻ്റ് എത്ര മാറിയിട്ടാണ് ഇരിക്കണത്? 2 സെൻറ്റിമീറ്റർ. ഇത് 2 ആയി. അതുപോലെ തന്നെ ഹൈറ്റ് എത്രയാണ്? 2. അതായത് വൈ കോർഡിനേറ്റും 2, എക്സ് കോർഡിനേറ്റും 2. ഇനി ഇത് എല്ലാ വെർട്ടെക്സും കണ്ടുപിടിച്ചില്ലേ? 1, 2, 3, 4, 5, 6, 7, 8 പോയിൻ്റ്. ഇനി ഇവിടുത്തെ പോയിൻ്റ് കൂടി കണ്ടുപിടിക്കാണ്ട്. ഇത് ആക്സിസിലുള്ള പോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതിയാൽ മതി? 4, 0 എന്ന് വൈ കോർഡിനേറ്റ് എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് എല്ലാ പോയിൻറ്റും കിട്ടി. നമുക്ക് മൊത്തം 1, 2, 3, 4, 5, 6, 7, 8 പോയിൻ്റാണ് കിട്ടേണ്ടത്. നമ്മൾ 8 പോയിൻറ്റും കണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പിക്ചർ ദ സെൻറ്റർ O ഓഫ് ദ സർക്കിൾ ഇസ് ദ ഒറിജിൻ ആൻഡ് A, B ആർ പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് A ആൻഡ് B. ഇവിടെ എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. O എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ്. പിന്നെ തന്നിരിക്കുന്നത് എന്താ? റേഡിയസ് തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് പിക്ചർ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ എയുടെ കോർഡിനേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ എയുടെ കോർഡിനേറ്റിന് എന്ത് വേണം? എക്സ് കോർഡിനേറ്റും വേണം, വൈ കോർഡിനേറ്റും വേണം. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ നിന്ന് എയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ്. ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു കറക്റ്റ് ഒരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസാണ് എന്ത്? എയുടെ എക്സ് കോർഡിനേറ്റ് അല്ലേ? ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ട് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ പോയിൻ്റ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഈ ഡിസ്റ്റൻസ്. ഇനി വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനിൽ നിന്ന് എത്ര മുകളിലേക്കാണ് ഈ പോയിൻ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ഡിസ്റ്റൻസാണ് ഇത് വൈ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ നോക്കി ഇവിടെ എന്താണ്? 30 ഡിഗ്രിയാണ്. ഇതെത്രയാണ്? ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 90, ഇത് 30, 120. അപ്പോൾ ഇനി ബാക്കി 180 - 120 എത്രയാണ്? 60. അപ്പോൾ ഈ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ?
ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇതിൽ 30, 60, 90 ആണ്. എന്ത് 30, 60, 90 ഡിഗ്രിയാണ് ഇതിൻ്റെ ആംഗിൾസ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ലെങ്ത്തിൻ്റെ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ചാപ്റ്റർ ട്രിഗണോമെട്രിയിൽ പഠിച്ചതാണ്. 30, 60, 90 വരുമ്പോൾ 30യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയായിരിക്കും? √3 അല്ല, 1 ആയിരിക്കും. 60ക്ക് ഓപ്പോസിറ്റ് √3 ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 30, ഇവിടെ 90, ഇവിടെ 60. ഈ ട്രയാങ്കിൾ ഇവിടെ കുറച്ച് വലുതാക്കി വരച്ചതാണ്. അപ്പോൾ 30യുടെ ഈ സൈഡ് എത്രയാണ്? 30ക്ക് ഓപ്പോസിറ്റ് 1 സെൻറ്റിമീറ്റർ. ഇത് 60 ഡിഗ്രി. 60യുടെ ഓപ്പോസിറ്റ് എത്ര സെൻറ്റിമീറ്ററാണ്? √3 സെൻറ്റിമീറ്റർ. 90യുടെ ഓപ്പോസിറ്റ് 2 സെൻറ്റിമീറ്റർ. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലെങ്ത്തും കിട്ടി, ഈ ലെങ്ത്തും കിട്ടി അല്ലേ? അതായത് ഒറിജിനിൽ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്താണ് എത്ര? √3. അപ്പോൾ എക്സ് കോർഡിനേറ്റ് √3 കിട്ടി. ഇനി വൈ കോർഡിനേറ്റ് ഒറിജിനിൽ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ എയുടെ കോർഡിനേറ്റ് കിട്ടിയില്ലേ? √3യും 1ഉം ആണ് എയുടെ കോർഡിനേറ്റ്. ഇനി ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഇവിടെ എത്ര ഡിഗ്രിയാണ്? ഇത് 90 ഡിഗ്രിയാണ്. ഇനി ഇവിടെ എത്രയായിരിക്കും? ഇത് 30, ഇത് 90. അപ്പോൾ ഇത് 120. അപ്പോൾ ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ ആംഗിൾ വരുന്നത് 60 ഡിഗ്രിയാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റ് കഴിഞ്ഞ ട്രയാങ്കിളിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇതൊരു പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയി. ഇത് ഓൾറെഡി 60. ഇതെങ്ങനെയാണ് 60 ഡിഗ്രി കിട്ടിയ? ഇവിടെ നിന്ന് മൊത്തം എത്ര ആംഗിളാണ് ഈ സെമി സർക്കിളിൽ? 180 ഡിഗ്രി. അപ്പോൾ 180യിൽ ഇവിടെ 30 കിട്ടി, ഇവിടെ 90യും കിട്ടി. അപ്പോൾ ബാക്കി എത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ 90യും 60യും കിട്ടി. അപ്പോൾ ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി. അപ്പോൾ ഇതും എങ്ങനത്തെ ട്രയാങ്കിൾ തന്നെയാണ്? 30, 60, 90 ട്രയാങ്കിളാണ്. അപ്പോൾ അതിൻ്റെയും സൈഡുകൾ എങ്ങനെയായിരിക്കും? 1:√3:2 എന്ന റേഷ്യോയിലായിരിക്കും. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റുള്ള ഈ ഒരു സൈഡ് എത്രയായിരിക്കും? 1 ആയിരിക്കും. 60യുടെ ഓപ്പോസിറ്റ് ഈ സൈഡ് എന്തായിരിക്കും? √3 ആയിരിക്കും. 90യുടെ ഓപ്പോസിറ്റ് ഇത് 2 ആയിരിക്കും. ഇത് ഓൾറെഡി നമുക്ക് 2 ആണെന്നറിയാം. കാരണം ഇത് എന്താണ്? ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അത് ഇവിടെ തന്നിട്ടുണ്ട്. 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും? 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എത്ര ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഈ പോയിൻ്റ് ഇരിക്കുന്നത്? 1 സെൻറ്റിമീറ്റർ. ഇനി ഒറിജിനിൽ നിന്ന് മുകളിലേക്ക് എത്ര സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്? √3 സെൻറ്റിമീറ്റർ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കിട്ടി എത്ര? 1. വൈ കോർഡിനേറ്റ് √3 കിട്ടി.